ശ്രീത്തോട് ചേരുന്നു. ശ്രീത്ത്, കോൺഗ്രസിന് മാത്രമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് തന്നെ തെന്നല ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങേയറ്റം സൗമ്യനായ അങ്ങേയറ്റം തലപ്പൊക്കമുള്ള ഒരു പ്രതിഭാശാലിയ നേതാവ് വിടവാങ്ങുന്നത് ഉണ്ടാക്കുന്ന വിടവ് അത് വലുതാണ്. ശ്രീത്ത്, ഹാഷ്മി, കേരള രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു കുലീനമായ മുഖമായിരുന്നു രാഷ്ട്രീയ പരിശുദ്ധിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു മൂല്യമുള്ള വ്യക്തിത്വമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹം വഹിച്ച പദവികളെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ് എല്ലായിടത്തും നിറഞ്ഞു നിന്നത്. കാരണം ഏറ്റവും സൗമ്യമായും ഏറ്റവും സരളമായും ആളുകളോട് ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവർക്ക് ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാന്നിധ്യമായിരുന്നു പലപ്പോഴും തെന്നല ബാലകൃഷ്ണപിള്ള. കോൺഗ്രസിലെ വലിയ നേതാക്കന്മാർക്കിടയിലെ ഗ്രൂപ്പ് വൈരങ്ങൾക്കിടയിൽ ഒരു മധ്യവർത്തിയായും അവർക്കിടയിൽ ഒരു സമവായത്തിൻ്റെ ബിന്ദുവായും ഒക്കെ പ്രവർത്തിക്കാൻ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. മാത്രമല്ല, രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാം നേടുന്ന ഒരു ശൈലിക്ക് ഉടമയായിരുന്നില്ല തെന്നല ബാലകൃഷ്ണപിള്ള. ഏക്കർ കണക്കിന് വസ്തു ഉണ്ടായിരുന്ന ശൂരനാട്ടുകാരനായ ഒരു ഭൂപ്രഭുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. ആ കുടുംബത്തിലെ ഏക്കർ കണക്കിന് വസ്തുവും അദ്ദേഹം വിറ്റഴിച്ചത് കോൺഗ്രസിൻ്റെയും ഈ അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് എല്ലാം നേടി ധനവാന്മാരാകുന്ന കാലഘട്ടത്തിൽ അതിന് അപവാദമായ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ച ആളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തോട് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയവും അദ്ദേഹം വിശ്വസിച്ച നേതാക്കന്മാരും നീതി കാട്ടിയോ എന്ന് ചോദിച്ചാൽ ആ നീതി കാട്ടിയില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം 2001 99 സീറ്റുമായി കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം KPC പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ആ 99 സീറ്റെന്ന അതുല്യമായ വിജയത്തിലേക്ക് കേരളത്തിലെ UDFനെ എത്തിച്ചത്. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ടി വന്നു. ഒരു പരിഭവമില്ലാതെ ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം KPCC ഓഫീസിൽ നിന്ന് ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ്. അദ്ദേഹം തിരിച്ചു പോകാൻ ഒരു കാർ പോലും ഇല്ലായിരുന്നു എന്ന് ആ കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതിലല്പം അതിശോക്തിപരമായിരിക്കും പോലും അദ്ദേഹം അത്തരത്തിൽ ഒരു പരാതിയും പരിഭവമില്ലാതെ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും അന്തസ്സാർന്ന് ഏറ്റവും മാന്യമായി നയിച്ച ഒരു നേതാവായിരുന്നു. മാത്രമല്ല, 2 തവണ അദ്ദേഹം നിയമസഭാംഗമായി പ്രവർത്തിക്കുമ്പോഴും ജനോപകാരപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും ജനകീയമായ ഇടപെടൽ നടത്തുന്നതിനും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ്. അടൂരിൽ നിന്നാണ് അദ്ദേഹം 2 തവണ MLA ആയത്. പിന്നീട് 1 തവണ രാജ്യസഭാംഗമായി. ഇതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിയാവാനോ അല്ലെങ്കിൽ മറ്റ് അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനോ ഒന്നും തെന്നല ബാലകൃഷ്ണപിള്ള ആരെയും സമീപിച്ചില്ല, അതിനുവേണ്ടി പ്രയത്നിച്ചില്ല. ആരും അദ്ദേഹത്തെ അറിഞ്ഞ് അത്തരത്തിൽ പരിഗണിക്കുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ അന്തസ്സുള്ള തെളിമയാർന്ന വ്യക്തിത്വമുള്ള ഒരു മുഖങ്ങളുടെ ഒരു മാഞ്ഞുപോകലാണ്. ആ മാഞ്ഞുപോകൽ ഒരു നഷ്ടം തന്നെയാണ്. ശ്രീത്ത്, ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒരു 2-3 വർഷം മുൻപ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്നൊരു വ്യാജ വാർത്ത അന്നുണ്ടായി. അന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യമായി വരികയും അതിനോട് തെന്നല ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചത് ചിരിച്ചുകൊണ്ടായിരുന്നു. ഇതേ സൗമ്യമുഖം, ആർക്കെങ്കിലും സന്തോഷം കിട്ടുന്നത് അത് കിട്ടിക്കോട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രചരണങ്ങളിലൊന്നും പതറാത്ത ആ ചിരിക്കുന്ന മുഖം മായാത്ത ഒരു എന്ന് പറഞ്ഞാൽ പുതിയ കാല രാഷ്ട്രീയക്കാർക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത്. ശ്രീത്ത്, ഹാഷ്മി, തീർച്ചയായും പുതിയ കാലത്തുനിന്നല്ല ഏത് കാലത്തും മൂല്യബോധമുള്ള ധാർമ്മികതയുള്ള നീതിബോധമുള്ള മനുഷ്യർക്ക് ആശ്രയിക്കാവുന്ന മാതൃകയാക്കാവുന്ന പിൻപറ്റാവുന്ന ഒരു ശൈലിക്കുടമയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന വയോധികനായ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം തെളിമയാർന്ന ഒരു ചിരിയോടെ സൗമ്യമായ ഒരു മുഖത്തോടെ മാത്രമേ ഏത് പ്രശ്നങ്ങളെയും സമീപിച്ചിരുന്നുള്ളൂ. തന്നോട് വന്ന് പറയുന്ന കാര്യങ്ങൾ വന്ന് പറയുന്ന പരാതികൾ പറയുന്ന ആവലാതികൾ പറയുന്ന ആളുകളോട് എല്ലാം നടത്തിത്തരാമെന്ന് പറഞ്ഞ് വെറും വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുന്നൊരു ശൈലിയല്ല, മറിച്ച് ഏറ്റവും ആത്മാർത്ഥമായി കാര്യങ്ങളെ കേൾക്കുക എന്നത് തന്നെ പോലും ഒരു വലിയ വലിയൊരു മനസ്സാണ്. ആ മനസ്സ് ആവോളം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ഈ KPCCയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അദ്ദേഹം കൊല്ലത്ത് DC പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, MLA ആയിരുന്നിട്ടുണ്ട്, രാജ്യസഭാംഗമായിരുന്നു. ഇത്രയും പദവികൾ വഹിച്ച ഒരു ഉന്നതനായ വ്യക്തിയെ പലപ്പോഴും അദ്ദേഹം ഈ വിശ്രമത്തിലാകുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ തെരുവുകളിൽ പലപ്പോഴും അദ്ദേഹം നടന്നു പോകുന്നതും കടയിലേക്ക് ഇറങ്ങി സാധനങ്ങൾ വാങ്ങാനൊക്കെ കയറുന്നതൊക്കെ ഞാൻ പലപ്പോഴും കണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെയാണ് ആവാൻ കഴിയുന്നത്? നമുക്കൊക്കെ ചെറിയ അധികാരങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഗർവിലും അതിൻ്റെ ഭ്രമത്തിലുമൊക്കെ നടക്കുന്ന മനുഷ്യരുള്ള ഈ കാലത്ത് തെന്നല ബാലകൃഷ്ണപിള്ള പോലെ ഒരാളെ ഏത് കാലത്തെ ആളുകൾക്കും മാതൃകയാക്കാവുന്ന പിൻപറ്റാവുന്ന ഒരു ശൈലിയാണ്. അദ്ദേഹം വ്യക്തിപരമായും അത് രാഷ്ട്രീയമായും അദ്ദേഹം പിൻപറ്റിയിരുന്ന ശൈലി അനുപമമായിരുന്നു.